ഈ പ്രണയം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് ലോകം ഭയങ്കര രസകരമായിട്ടൊക്കെ എഴുതിയതാക്കിയിട്ടുണ്ടെങ്കിലും ഒരാളെ മാത്രം കിനാവ് കണ്ടിരുന്നിട്ട് എന്ത് കാര്യമാണ്? എന്താ നമുക്ക് നേടാനുള്ളത് ഈ ലോകത്തിൽ? ഒരാളെ മാത്രം കിനാവ് കാണുന്നതിൻ്റെ പേരാ പ്രണയം. അങ്ങനെ തന്നെയല്ലേ? മണ്ടു മൂന്ന് ആൾക്കാരെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതിന് പ്രണയം എന്ന് അറിയില്ലല്ലോ. എന്നാൽ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി ഒരാളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം. പ്രണയത്തേക്കാൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. എല്ലാവരോടും നമുക്ക് സ്നേഹമുണ്ട്. എൻ്റെ മോനോ, ഒരാളെ മാത്രം ആലോചിച്ചാൽ നമ്മുടെ സ്കില്ല് പോയി പോകുന്നു. ഞാൻ നെഗറ്റീവ് പറയാൻ നിങ്ങൾ വിചാരിക്കരുത്, ഞാൻ സൈക്കോളജിയാണ് പറഞ്ഞത്. ഇതാ എത്രയോ A+കാരുടെ A+ പോകാൻ കാരണം ഈ ഒരു പറഞ്ഞ സാധനമാണ്. വലിയ വലിയ ആൾക്കാർ തകർന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരാളെക്കുറിച്ച്, നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല പോസിറ്റീവായ ഭരണാധികാരിയായിരുന്നു. പക്ഷെ പോകുമ്പോഴൊക്കെയും പ്രണയിനിക്ക് കത്തെഴുതുമായിരുന്നു. പ്രണയിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു കാമുകിക്ക് കത്തെഴുതും. നീ കാണുന്നില്ലേ ഇതൊന്നും? രസകരമാണ് ആ കാലം വായിക്കാൻ. പോയി 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 എനർജറ്റിക്കായി ലോകത്തിൻ്റെ ഒരുപാട്, ആ നിൽക്കുന്ന പർവ്വതം പോലും എൻ്റെ തീരുമാനങ്ങൾക്ക് തടസ്സമായി നിന്നാൽ അതിനെയും തകർത്ത് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തുമെന്ന് പറഞ്ഞ് യൂറോപ്പിനെ നോക്കിയിട്ട് അങ്ങേയറ്റം പറഞ്ഞൊരു മനുഷ്യൻ്റെ പേരാണ് നെപ്പോളിയൻ. എന്നിട്ടും അവസാനം തകർന്നത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾ? ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു. നെപ്പോളിയൻ്റെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചു നോക്ക്. 2 വർഷം അവർ ജീവിച്ചുള്ളൂ. 2 വർഷം. അതോടുകൂടി എന്തായി? അവസാനിപ്പിക്കേണ്ടി വന്നു. ഞാൻ പ്രണയത്തിനെതിരെ നിൽക്കാമെന്ന് വിചാരിക്കരുത്. പഠിക്കണ സമയത്ത് ഇതിനൊന്നും എത്തി നോക്കേണ്ട കാര്യമില്ല. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നല്ല പ്രതിഭകൾ, ഞാൻ അനുവാദം തരില്ല, മെഡിക്കൽ കോളേജിൽ MBBS ഫൈനലിന് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രണയം തോന്നിയാൽ ആൾ PG എങ്കിലും കഴിഞ്ഞ ആളായിരിക്കും. മെഡിക്കൽ കോളേജിൽ ഒരു PG കഴിഞ്ഞ ഒരാളുണ്ടാവുമല്ലോ. എന്നിട്ട് അത് രക്ഷിതാവിനോട് വന്നിട്ട് പറയണം, എനിക്ക് അയാളെ ഇഷ്ടമാണ്, നിങ്ങളൊന്ന് അന്വേഷിച്ച് വയ്ക്കുന്നു. അല്ലാതെ വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയൊന്നും അറിയാതെ ദയവ് ചെയ്തിട്ട് നമ്മൾ സ്വന്തം ഡിസിഷൻ എടുക്കരുത്. 3000-ലേറെ കുട്ടികൾ കേരളത്തിൽ നിന്ന് ചാടിപ്പോയി. ആ ചാടിപ്പോയ കുട്ടികൾ ഓരോരുത്തർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളൊരു സുഹൃത്തുണ്ട് കോഴിക്കോടുള്ള, അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥാപനം ഉണ്ടാക്കുക. എന്താ സ്ഥാപനം? അദ്ദേഹത്തിന് ആ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ ഖത്തറിൽ പോയിരുന്നു, ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ഇതിനും വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, ഈ തിരിച്ചു വരുന്നവരൊന്നും സ്വീകരിക്കാൻ പെരക്കാർ തയ്യാറല്ല, അതുകൊണ്ട് അവരെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെ എത്തി കേരളം? നിയോ ലിബറലിസം എന്ന് പറയുന്ന ഒരു ലോകത്തിലൂടെ നമ്മൾ കടന്നു പോവാണ്. അതും കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്കില്ലിൻ്റെ ഒക്കെ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, നമ്മളിങ്ങനെ ഇമോഷണലായിട്ട് നടക്കുകയാണ്. ഒരാളെ മാത്രം ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് എല്ലാവരും മറന്നു പോകും. സ്വന്തം പെറ്റ തള്ളയെപ്പോലും മറന്നു പോകുന്നതിൻ്റെ പേരാണ് പ്രണയമെന്ന് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ എന്ത് കാര്യം അതിന്? ഇവിടെ എല്ലാ കമ്മ്യൂണിറ്റിയിലും പെട്ട ആൾക്കാരുണ്ട്. ദയവ് ചെയ്തിട്ട് ഈ നിയമപരമായിട്ട് ചിലപ്പോൾ അതൊക്കെ നടക്കുമായിരിക്കാം. പക്ഷേ കോടതിയിൽ ഇവർ പോലും, ജഡ്ജിമാർ പോലും ചോദിക്കാറുണ്ട് അവസാനത്തെ ചോദ്യം ഈ കുട്ടിയോട് വിധി എഴുതുന്നതിന് മുമ്പ്, മോളെ നിനക്ക് അമ്മയുടെ കൂടെ പോയിക്കൂടെ, അല്ലെങ്കിൽ മോളെ നിനക്ക് ഉമ്മാൻ്റെ കൂടെ പോയിക്കൂടെ? ഈ ജഡ്ജിമാർക്ക് എന്തുണ്ട്? ഹൃദയം എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിങ്ങളറിയോ, എനിക്കുണ്ടൊരു മോള്. ഓരോ പിതാക്കന്മാരും ഓരോ മാതാക്കളും കണ്ണുരുണ്ണിയെപ്പോലെയാണ് നിങ്ങളെ വളർത്തിയത്. അവിടെ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും ഞാൻ പറയാം, നിങ്ങളൊരിക്കലും അവതാളത്തിലൂടെ പോകരുത്, അപശ്രുതിയിലൂടെ പോകരുത്, ദയവ് ചെയ്ത് പോകരുത്. പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല. മാതാവിൻ്റെ കണ്ണുനീര് അഗ്നിയാണ്, അത് ഉറ്റി വീഴുന്നത് നീ ശ്രദ്ധിക്കണേ എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഉറ്റി വീഴുന്നിടം കത്തിച്ചാമ്പലാകും. മാതാവിൻ്റെ കണ്ണുനീര് ഉറ്റി വീഴുന്നിടം കത്തിച്ചാമ്പലാകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മാതാവ് ചിലപ്പോൾ കാണാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളറിയോ, നിങ്ങളെ ഈ കസിൻ ബ്രദേഴ്സും കസിൻ സിസ്റ്റേഴ്സും, ഈ പറയുന്ന ചങ്ക് ബ്രോസും ചങ്കായിട്ടുള്ള സിസ്റ്റേഴ്സും, നിങ്ങൾ പറയുന്ന ഓരോ ആൾക്കാരും സ്നേഹിച്ചു തുടങ്ങിയത് എന്നാ? നിങ്ങൾ അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ടെന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആളാണെന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രതിഭയാണെന്ന് കണ്ടപ്പോൾ നിങ്ങൾ ഇവർ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് 2 കൊല്ലമായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ ഗർഭം ധരിച്ച ദിവസം, ഗർഭിണിയാണെന്നറിഞ്ഞ ദിവസം, ഡോക്ടേഴ്സ് വിധി എഴുതിയ ദിവസം മുതലേ ആ വയറ്റത്ത് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നൊരു പാവം സ്ത്രീയുടെ പേരാണ് മാതാവ്. അതിന് നിങ്ങൾ ചുരുക്കി കാണല്ലേ. അന്ന് മുതലേ നിങ്ങളുടെ കാലെങ്ങനെയെന്നറിയില്ല, കൈ എങ്ങനെയെന്നറിയില്ല, നിങ്ങളുടെ ഭംഗി എങ്ങനെയെന്നറിയില്ല, നിങ്ങൾക്ക് കണ്ണുണ്ടോ എന്നറിയില്ല, കാതുണ്ടോ എന്നറിയില്ല. അങ്ങനെയും കുട്ടികൾ ജനിക്കുന്നത്. നിങ്ങൾ ഓട്ടിസ്റ്റാണോ എന്നറിയില്ല, ഓട്ടിസം ബാധിച്ച കുട്ടിയാണോ എന്നറിയില്ല, എന്നിട്ടും സ്നേഹിച്ചു. ഞാൻ പറയും, നമ്മളെപ്പോലെയുള്ള കുറച്ച് ബുദ്ധിയുള്ള കുട്ടികളെക്കാൾ നല്ലത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളാണ്. എന്താ കാര്യം എന്നറിയോ? നമ്മൾ മാതാവിനെ ചുംബിച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? തിരിച്ച് മാതാവ് ഇങ്ങോട്ടും
പെൺകുട്ടികളെ തീരെ ചുംബിക്കാറില്ല. അത് കല്യാണത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അവൾ മാറ്റി പോകുന്ന സമയത്ത് അപ്പോഴേക്കും എല്ലാവരും കൂടി അവളെ ക്ലാസ്മേറ്റ്സൊക്കെ കൂടി കൊണ്ടുപോകുമ്പോൾ ഉമ്മാക്ക് എവിടെ ഇതിനൊക്കെ നേരം. ചിലപ്പോഴത്തെ കുട്ടികളൊക്കെ വീണ് പോകുന്നത് തന്നെ അമ്മ ഞാൻ പോട്ടെന്ന് പറഞ്ഞിട്ടാണ്. അതിന് മാറ്റി വെക്കല്ലേ. ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് മുത്തം കൊടുക്കുക, മക്കളെ ചാരത്ത് ചേർക്കുക, മക്കളുടെ കൂടെ നടക്കുക. സ്വന്തം പിതാവിനെ കുളം കാണുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം കേട്ടോ, എന്നിട്ടിങ്ങനെ തള്ളിവിടാൻ സ്വാതന്ത്ര്യമുണ്ടാകണം ഈ ലോകത്തിലെ മക്കൾക്ക്. കാരണം വാപ്പ ഒരു എന്താകരുത്, അവർ മർക്കട മുഷ്ടിക്കാരനാകരുത്. പിതാവ് ഒരു സോഫ്റ്റാണ്, പിതാവ് അവൈലബിളാണ്, അതോടൊപ്പം ആക്സസിബിളാണ്. നമുക്ക് ആക്സസ് ഉണ്ടാവണം, അവൈലബിളായിട്ട് കാര്യമില്ല. വീട്ടിൽ പിതാവുണ്ടാവും, മക്കൾക്ക് ചെല്ലാൻ പേടി. എന്നിട്ട് ആൺകുട്ടികൾ പറയൽ എന്താണ്, ചെറിയ മോനോട് നീ പോയിട്ട് പാനോട് പറഞ്ഞൊക്കെ എനിക്കൊരു 500 റുപ്യ വേണം, വളഞ്ഞു തിരിഞ്ഞിട്ടാ പറയാ. എന്തിനിത്? ഏത് ലോകത്തേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്? നമുക്ക് പിതാവിനോട് കാര്യം പറയാൻ പറ്റണം നല്ല രീതിയിൽ, സൗമ്യമായി. പിതാവ് നമ്മുടെ ഫ്രണ്ടാണ്. എല്ലാ അർത്ഥത്തിലുള്ള ഫ്രണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ടാണ്. ആ ഒരർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ട് ഒരു മക്കളും മാതാപിതാക്കളെ കരയിപ്പിക്കരുത്. അതിനും കൂടിയിട്ടുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങൾ. ഈ എംപയർ കോളേജ് എന്നും അത് ശ്രദ്ധിക്കാറുണ്ട്, വളരെ ശ്രദ്ധിച്ചത് മുന്നോട്ട് പോകാറുണ്ട്. ഇവരൊക്കെ അതിൻ്റെ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഏത് ആളുകളിൽപ്പെട്ട ആൾക്കാരായാലും. ഏതമ്മയാ കരയാതിരിക്കുക? എൻ്റെ അടുത്ത് കേരളത്തിലൊരു പക്ഷേ ഇത്തരം കേസുകൾ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന ഒരാൾ ഞാനുമായിരിക്കും, സൈക്കോളജിസ്റ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ. ഞാനൊരു പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ നീ ഒന്ന് പിന്മാറും എങ്ങനെയെങ്കിലും. അവൾ മുസ്ലിം കുട്ടിയാണ്, ഇപ്പുറത്തൊരു നമ്പൂരി പയ്യനാണ്. ആ നമ്പൂരി പയ്യൻ്റെ അമ്മ ഇങ്ങനെ കൈകൂപ്പിയിട്ട് എന്നോട് പറയാം, സാറേ എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ, അവനെ എനിക്ക് തിരിച്ചു തരണം സാർ. ആ മാതാവിൻ്റെ കരച്ചിൽ എവിടെ കൊണ്ടു തീർക്കും? ഈ പയ്യനെ എത്ര കിനാവ് കണ്ട് വളർത്തിയതായിരിക്കും. എന്തിനാ നമ്മൾ ഈ മാതിരി പണിക്കൊക്കെ നിൽക്കണം? എന്നിട്ട് അതിന് വേറെ കുറേ പേരുകൾ വിളിക്കുക, അറബിയിലുള്ള പേരും സംസ്കൃതത്തിലുള്ള പേരും വിളിക്കുക. എന്തിനത്? ഒരു പെൺകുട്ടിയും എന്താക്കരുത്, അങ്ങനെ പോകാൻ പാടില്ല. ഒരു ആൺകുട്ടിയും പോകാം. നിയമം ചിലപ്പോൾ അതിനെ സാധൂകരിക്കുന്നുണ്ടാകാം. ആരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം വേദനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകരുത് നമ്മൾ. അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കണം. പ്രണയം എന്ന് പറയുന്നത് ഉണ്ടാകേണ്ടത്, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഉണ്ടാകേണ്ടത് പ്രൊഫഷണലി ലോഞ്ച് ചെയ്തതിന് ശേഷമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സരിത്തിനെ ഓർക്കുന്നു. ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ചെറുപ്പത്തിൽ വളർന്നു വന്ന പയ്യൻ. അവനിപ്പോൾ IB-യിലാണ്, ഇൻ്റലിജൻസ് ബ്യൂറോയിലാണ്. ഇൻ്റലിജൻസ് ബ്യൂറോൻ്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അവനിപ്പോൾ പാർലമെൻറ്റിൽ. അതേപോലെ തന്നെ അവൻ്റെ വൈഫ്, ഈ സരിത്തിൻ്റെ വൈഫ്, അവൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ, ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ IB വിങ്, IB ക്യാമ്പിന് പോയ സമയത്ത് അവിടുന്ന് കണ്ട് പ്രണയിച്ചു, കല്യാണം കഴിച്ചു. അതിനൊരു സ്റ്റാറ്റസ് ഉണ്ട്. അവർ പിന്നെ ഐസ്ക്രീം കഴിക്കാൻ അങ്ങോട്ട് പോവുക, ബൈക്കുമ്പോൾ ഇങ്ങോട്ട് പോയ, കടപ്പുറത്ത് പോയിരിക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവാതെ ഇൻ്റലക്ച്വലി കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ടാളും ഒന്നിക്കുമെന്ന് വിചാരിച്ചിട്ട് പ്രണയിച്ചു. ഞാൻ അനുവാദം തരില്ല. ഇത് ഈ ചെറുപ്പത്തിലെ ഇങ്ങനെ +1 കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെ 3ാമത്തെ പ്രണയം, 4ാമത്തെ പ്രണയം, അത് കഴിഞ്ഞ് 5ാമത്തെ പ്രണയം. ഇതാ കുറേ കുട്ടികൾ ചിരിക്കുന്നുണ്ട്. പല ആൾക്കാരും അങ്ങനെ, ഇവിടെ അല്ലെങ്കിലും കൂട്ടുകാരികളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ, അവരെ പറയുന്ന പേരെന്നെ ബട്ടർഫ്ലൈസ് മൈൻഡ് എന്നാണ്. ബട്ടർഫ്ലൈസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ വലിയ അടങ്ങറാണ് കുട്ടികളെ. 16ാമത്തെ ആകെ ആൾ +1 ആയിട്ടുള്ളൂ. 16ാമത്തെ ആളെ പ്രണയിച്ച കുട്ടീനെ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് കൊണ്ടുവന്നിട്ട് 16 ആൾക്കാർ. അവളിങ്ങനെ എണ്ണി പറയാം, ഷുക്കൂർ, നൗഫൽ, അവർ. ഇതെന്ത് പ്രണയം? അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ പ്രതിഭകളായിട്ട് എന്നിട്ട് നിങ്ങൾ ആ പ്രതിഭയായി നിൽക്കുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് സ്നേഹിക്കട്ടെ. അല്ലാതെ നമ്മളാണ്ട് പോയിട്ട് നിനക്ക് എന്നെ പറ്റിയോ എന്നറിയണേ പിന്നാലെ പോകല്ലേ. നിങ്ങൾ പ്രതിഭയായിട്ട് നിൽക്ക്, ആളുകൾ നിങ്ങളെ തേടി വരും. ആ തേടി വരുന്നത് വരെ നിങ്ങൾ അങ്ങോട്ടിങ്ങനെ കെഞ്ചിപ്പോകുന്നൊരവസ്ഥയുണ്ടാകരുത്.